എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലതിക സകലേഷ് ഋഷി യോഗ അക്കാഡമിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കുറേ ദിവസം കൊണ്ട് മുദ്രാസിൻ്റെ വീഡിയോ ആണ് ഞാൻ ഇടുന്നത്. നിങ്ങൾക്കറിയാം, വീഡിയോ അല്ല, ഷോർട്സ്. അപ്പോൾ ഒരു ഷോർട്സിൽ നമുക്ക് ഇത്ര ഒരു ലിമിറ്റേഷൻ ഉണ്ട്. 2-3 മിനിറ്റിനകവേ നമുക്ക് ഇടാൻ പറ്റത്തുള്ളൂ. അത് കാരണം അതിൻ്റെ ഒരുപാട് ഡീറ്റെയിൽ ഒന്നും നമുക്ക് പറയാൻ സാധിക്കത്തില്ല. പലരും കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത് ഏത് ആസനത്തിലിരിക്കണം, എത്ര ടൈം ചെയ്യണം, എങ്ങനെയാണ് ചെയ്യുന്നത്, അപ്പോൾ ഒരുപാട് കമൻറ്റ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ രീതിയിൽ അത് ആ ഷോർട്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും എല്ലാവരും ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ടൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച് അതാണ് ഞാനിപ്പം ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരാനും പിന്നെ അതിനോടൊപ്പം നല്ല പ്രധാനപ്പെട്ട ഒരു മുദ്രയും കൂടെ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മൾ ഇരിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് തറയിലിരിക്കാം. ഞാനിപ്പം വെറും തറയിലാണ് ഞാൻ ഇരിക്കുന്നത്, അല്ല മാറ്റിട്ട് ഇരിക്കുകയാണ്. നമ്മളിപ്പോൾ ഏത് മുദ്ര ചെയ്യാലും നമ്മുടെ 2 തുടയിൽ കൈവച്ചിട്ട് വേണം ചെയ്യാൻ. ഇത് നമുക്ക് ഇരുന്നു കൊണ്ട് ചെയ്യാം, കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാം, ബെഡിലിരുന്നു കൊണ്ട് ചെയ്യാം, ഇതേപോലെ മാറ്റിൽ തറയിലിരുന്നു കൊണ്ട് ചെയ്യാം. ഇപ്പം തീരെ വയ്യാത്ത ഒരാൾക്ക് പോലും ഒരു പില്ലോ എടുത്ത് ചാരി വെച്ച് നമുക്ക് മുദ്രകൾ ചെയ്യാവുന്നതാണ്. അതാണ് മുദ്രകളുടെ പ്രത്യേകത. എന്ന് വെച്ചാൽ ഏത് പ്രായക്കാർക്കും ഏത് അസുഖാവസ്ഥയിലും നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് മുദ്രകൾ. നമ്മുടെ ശരീരത്തിലെ നമ്മുടെ അവയവങ്ങൾ കൊണ്ട്, നമ്മുടെ കൈ കൊണ്ട് ചെയ്തെടുക്കുന്ന ഒരു കാര്യമാണ് മുദ്ര. മുദ്രയെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഈ വീഡിയോ ഒന്നും നിൽക്കത്തില്ല. എന്നാലും ഞാൻ ചെറിയ രീതിയിൽ പറയാം. മുദ്രകളെന്ന് പറഞ്ഞാൽ നമ്മുടെ കൈ വിരൽ കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് പെരുവിരലാണ്. ഈ പെരുവിരൽ അഗ്നിയാണ് പ്രതിദാനം ചെയ്യുന്നത്, അഗ്നിയാണ്. ഇത് വായുവിനെയാണ്, ചൂണ്ടുവിരൽ. നടുവിരൽ ആകാശത്തിനെയാണ്. ഇത് ഭൂമിയെ, ഇത് ജലത്തിനെ. ഇങ്ങനെ 5 തത്വങ്ങളെയാണ് നമ്മൾ പ്രതിദാനം ചെയ്യുന്നത്. അപ്പോൾ ഈ വിരലുകൾ ചേർന്ന് നമ്മൾ മുദ്ര ചെയ്യുമ്പോൾ ഒരുപാട് ഗുണം നമുക്കുണ്ടാവും. നമ്മൾ ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ്രയോജനമുണ്ടെന്ന് എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. കമൻറ്റ് ബോക്സിലൊക്കെ ഞാൻ കാണാറുണ്ട്. ഒത്തിരിയും സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും അത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ സമയം എന്ന് പറയുന്നത് ഒരു 10-15 മിനിറ്റ് നിങ്ങൾ ചെയ്താൽ അത്രയും ഗുണമാണ്. ഒന്നുമില്ലെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. ഇപ്പോൾ അത് ചില അസുഖങ്ങൾക്ക് നമുക്ക് കുറച്ച് കൂടുതൽ ടൈം ഇരിക്കേണ്ടി വരും. അങ്ങനെ ഒരു 10-20 മിനിറ്റ് പറയുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് ചെയ്ത് 10 മിനിറ്റ് ഒരു ഇത്തിരി സമയം വിട്ടിട്ട് വീണ്ടും നിങ്ങൾക്ക് ചെയ്യാം. എന്നാലും നിങ്ങൾക്ക് എത്ര സമയമാണോ ചെയ്യാൻ പറ്റുന്നത് അത് നിങ്ങൾ എല്ലാം ചെയ്യണം. ഇതൊക്കെയാണ് മുദ്രയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഏത് രീതിയിൽ നമുക്ക് ചെയറിലോ എവിടെ ഇരുന്ന് വേണമെങ്കിലും നമുക്ക് എല്ലാ മുദ്രകളും പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുന്ന ഒരു മുദ്രയെന്ന് പറഞ്ഞാൽ ശൂന്യമുദ്ര. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. കേൾവിക്കുറവെന്ന് പറഞ്ഞാൽ ഒരവസ്ഥ വളരെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. ഒരുപാട് കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ വിഷമം അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് കേൾവിക്കുറവ്. കേൾവിക്കുറവെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം, ചിലർക്കത് ജന്മനാ ഉണ്ട്, ചിലർക്ക് കുറേ നാൾ കഴിഞ്ഞ് വരും, ചിലർക്ക് ഒരു പ്രായം ആയി കഴിയുന്ന ഒരവസ്ഥയിൽ നമുക്ക് കേൾവിക്കുറവ് ഉണ്ടാകാറുണ്ട്. അത് നമുക്ക് പാരമ്പര്യമായിട്ട് വരുന്ന ഒരു കാര്യവും അത് അങ്ങനെയും നമുക്ക് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കൾക്കൊക്കെ ഇതുണ്ട്, ഒരു പ്രായമാകുമ്പോൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ മക്കൾക്കും അത് വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യണം. അതുപോലെ തന്നെ കുട്ടികൾക്കും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നമുക്കൊരാൾ നമ്മളോടൊരു കാര്യം പറയുമ്പോൾ നമുക്കത് ചെവി കൊണ്ട് കേൾക്കാൻ പറ്റാത്ത ഒരവസ്ഥ, കേൾക്കാൻ പറ്റുന്നില്ല. പക്ഷേ അത് പറയുന്നവർക്കും കേൾക്കുന്നവർക്കും എല്ലാം ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു മുദ്ര പ്രാക്ടീസ് ചെയ്ത് അതിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഈ മുദ്രയുടെ ഗുണമെന്ന് പറയുന്നത്, ജന്മനാ ഉള്ള കേൾവിക്കുറവ് പോലും ഈ മുദ്ര സ്ഥിരമായിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ അതിൽ വ്യത്യാസം ഉണ്ടെന്നാണ് വ്യക്തികളൊക്കെ പറയുന്നത്. അത് ഒരുപാട് ബുക്കുകളിൽ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും പ്രയോജനകരമായ ഒരു മുദ്രയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കാരണമെന്ന് വെച്ചാൽ കേൾവിക്കുറവ് കൊണ്ട് വിഷമം അനുഭവിക്കുന്ന ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റിലുമുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും ഇത് പ്രയോജനമാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ശൂന്യമുദ്ര എങ്ങനെയാണെന്ന് നോക്കാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഈ നടുവിരൽ നമ്മുടെ തള്ളവിരലിൻ്റെ അടിയിൽ വയ്ക്കുക. തള്ളവിരൽ കൊണ്ട് പെരുവിരൽ കൊണ്ട് ഇതിനെ ടച്ച് ചെയ്യുക. കണ്ടേ, വളരെ സിമ്പിളായിട്ട് പെരുവിരൽ തള്ളവിരലിൻ്റെ നടുവിരൽ പെരുവിരലിൻ്റെ താഴെ വയ്ക്കുക. തള്ളവിരൽ കൊണ്ട് അതിനെ ഒന്ന് പ്രസ് ചെയ്യേണ്ട, ഒരുപാട് പ്രസ് ചെയ്യൊന്നും വേണ്ട. ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ മാത്രം മതി. ബാക്കി വിരലുകൾ നിവർന്നിരിക്കണം. ഇതാണ് ശൂന്യമുദ്ര. അപ്പം നിങ്ങൾക്ക് ഇത് വളരെ സിമ്പിളായിട്ട് പ്രാക്ടീസ് ചെയ്യാവുന്ന ഒന്നാണ്. ഇത് ഒരുപാട് ഗുണമുള്ളതാണ്. ഇത് കേൾവിക്കുറവിന് മാത്രമല്ല,
നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ചില സ്ഥലത്ത് തരിപ്പ് കാണുമല്ലോ, നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ നല്ലതായിട്ട് നടക്കാകുമ്പോൾ ചില സ്ഥലത്ത് തൊടുമ്പോൾ ഇങ്ങനെ ഒരു പെരുപ്പ് പോലെ നമുക്കറിയത്തില്ല, അതിൻ്റെ ഒരു ടച്ചിങ് നമുക്ക് അനുഭവപ്പെടാത്തൊരവസ്ഥയുണ്ട് ശരീരത്തിൻ്റെ ചില ഭാഗത്ത് ചിലർക്ക്. അതിനൊക്കെ വളരെ നല്ലതെന്ന് വെച്ചാൽ പെരുപ്പുകളൊക്കെ മാറാനും തരിപ്പുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറാനും ബ്ലഡ് സർക്കുലേഷൻ, അവിടെ ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴാണ് അവിടെ ഇങ്ങനെ തരിപ്പ് പോലെ നമുക്ക് അനുഭവപ്പെടുന്നത്. അതൊക്കെ മാറാൻ ഈ മുദ്ര ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ ചെവി വേദന, കുട്ടികൾ നമുക്കറിയാമല്ലോ രാത്രിയാകുമ്പോഴത്തേക്ക് ചെവി വേദനയായിട്ട് കരയും കുട്ടികൾ. അപ്പോൾ അങ്ങനെ വന്ന് ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യാമെന്നാണ് പറയുന്നത്. അത്രയും നല്ല ഗുണമുള്ളതാണ് കേൾവിക്കുറവിനും ചെവി വേദനയ്ക്കും. അതുപോലെ തന്നെ ചെവിയിലെ വാക്സ്, ചെവിക്കായം, നമ്മൾ മലയാളത്തിൽ ചെവിക്കായം എന്നാണ് പറയുന്നത്, ആ വാക്സ് ഉരുകിപ്പോകാൻ വരെ ഈ മുദ്ര ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പം ചെവിയെ ശുദ്ധീകരിക്കുന്ന ഒന്നും കൂടിയാണ് ഈ മുദ്ര. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പല്ലിൻ്റെ മോണയ്ക്ക് നമുക്ക് നീർവീക്കം വരുമല്ലോ, നമ്മുടെ പല്ല് വേദന വരുമ്പം അല്ലെങ്കിൽ പല്ലിന് നീർക്കെട്ട് വരുമല്ലോ ചുറ്റുമുള്ള ആ മോണ നീർക്കെട്ട് വരുമല്ലോ, അതിന് ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ചെവിയിൽ നിന്ന് ഇങ്ങനെ നീരും പഴുപ്പും ഒക്കെ വരും കുട്ടികൾക്ക് ഒക്കെ, ചിലർക്ക് അങ്ങനെ വരുന്ന അങ്ങനെ ഒരു അസുഖങ്ങളുണ്ട്. അതൊക്കെ ഉള്ളവർ നിർബന്ധമായിട്ടും ഇത് ചെയ്യണം, ഉറപ്പായിട്ടും അതിനൊക്കെ നല്ല വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചെവി ഊതി അടച്ച്, ചെവി ഇങ്ങനെ മൂളും. പണ്ടൊക്കെ ഇങ്ങനെ ആൾക്കാർ പറയും ചെവി ഊതി അടയ്ക്കുന്ന എന്തോ ഒരു നെഗറ്റീവായ വാർത്ത കേൾക്കാനെന്നൊക്കെ പറയാം. അതിലെന്തോ സത്യമുണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനെയുള്ള കാര്യത്തിനും എല്ലാം, ഈ ചെവി കിടന്ന് മൂളുന്നതിനും എല്ലാത്തിനും ഈ മുദ്ര നല്ലതാണ്. ചുരുക്കം പറഞ്ഞ ചെവിയെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യത്തിനും ഈ മുദ്ര ഏറ്റവും നല്ലതാണ്. അത് മാത്രമല്ല, പിന്നെ ബ്ലഡ് സർക്കുലേഷൻ നല്ലതാകാനും, പിന്നെ ഇതുപോലെ നമ്മുടെ ഒരു കാൽസ്യം കുറയുമ്പോൾ പീരീഡ് നിൽക്കുന്ന സമയമുണ്ടല്ലോ, മെനോപോസസ്, ആ ഒരു സമയത്തൊക്കെ നമുക്ക് കാൽസ്യത്തിൻ്റെ അളവ് കൂടുതലായിട്ട് വേണം. അത് നമ്മുടെ ശരീരത്തിൽ കുറയുന്ന സമയമാണ്. അപ്പോഴുമൊക്കെ ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ്. ഒരു മന്ദത മാറാനും നല്ല ഒരു ആക്റ്റീവ് ആകാനും എല്ലാം ഈ മുദ്ര ഏറ്റവും നല്ലതാണ്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ളത് നമ്മുടെ ചെവിക്കാണ്. കേൾവിക്കുറവിനെ ഇല്ലാതാക്കുക എന്ന് വെച്ചാൽ ഒരുപാട് കൺട്രോൾ ചെയ്യാൻ, ഒരുപാട് അനുഭവസ്ഥർ പറയുന്നുണ്ട് ഈ ഒരു മുദ്ര ചെയ്തിട്ട്, ഈ ശൂന്യമുദ്ര ചെയ്തിട്ട് ഒരുപാട് ഗുണമുണ്ടെന്ന്. അതുപോലെ തന്നെ ശൂന്യമുദ്രയുടെ കൂടെ ചെയ്യാവുന്ന ഒരു മുദ്രയാണ് ആകാശമുദ്ര എന്ന് പറയുന്നത്. അത് സിമ്പിളാണ്, അത് ഇങ്ങനെ പിടിക്കത്തേ ഉള്ളൂ, ഇങ്ങനെ ആക്കുന്നില്ല, ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുന്നേ ഉള്ളൂ. ഈ ആകാശമുദ്രയും ഈ ശൂന്യമുദ്രയുടെയും പ്രയോജനം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് അതാണ് എടുത്തു പറയാത്ത, ഇതും ചെയ്യുന്നത് ഒരേ ഗുണമാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇനി കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ശൂന്യമുദ്രയെക്കുറിച്ച് പറയാനുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യണം. ഇപ്പം നമുക്ക് ആർക്കാണോ ഈ കേൾവിക്കുറവ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയത്തില്ല. പിന്നെ കേൾവി കൂടാനായിട്ട് നമുക്ക് ഓരോ പ്രായം കഴിയുമ്പോൾ ഇതിനകത്തുള്ള വ്യത്യാസങ്ങൾ വരുമല്ലോ. അപ്പോൾ ചെറുതിലേ തന്നെ കുഞ്ഞുങ്ങളെ എല്ലാവരും ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യിക്കുന്നത് നല്ലതാണ്. അപ്പം ചെവിക്ക് സംബന്ധമായ അസുഖങ്ങൾക്കും എല്ലാത്തിനും നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഈ മുദ്ര പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒരുപാട് പേരുണ്ട്, ലൈക്ക് ചെയ്യാത്തവരുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണം, എന്നാലേ എനിക്ക് വീഡിയോ ഇടാനുള്ള പ്രചോദനം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ അനുഭവിക്കുന്ന, ചെവി കേൾക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റിലുമുണ്ട്. അവർക്കൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക, കമൻ്റ് ഇടുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.